ഒരിക്കൽ 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോയി. എൻ്റെ ജീവിതം നശിച്ചുപോയി എന്നുള്ള ചിന്ത, എനിക്ക് ഭാവിയില്ല എന്നുള്ള ചിന്ത വന്ന് അദ്ദേഹത്തിന് ഉറക്കമില്ലാതായി, വിശപ്പില്ലാതെയായി. അങ്ങനെ അദ്ദേഹം ഡിപ്രഷന് വിധേയമായി അലഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ദേവാലയത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ യാന്ത്രികമായി ഈ ചെറുപ്പക്കാരൻ ആ ദേവാലയത്തിനകത്തേക്ക് കടന്നു ചെന്നു. അവിടെ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാനൊന്നും പറ്റിയ മാനസികാവസ്ഥയൊന്നുമില്ല. എങ്കിലും അദ്ദേഹം മുട്ടുകുത്തി. ആ സമയത്ത് അവിടെ ഒരു പ്രെയർ കാർഡ്, ഒരു പ്രാർത്ഥന അച്ചടിച്ച ഒരു കാർഡ് അവിടെ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു. ആ കാർഡ് എടുത്ത് അതിനകത്തുണ്ടായിരുന്ന പ്രാർത്ഥന അദ്ദേഹം ചൊല്ലാൻ തുടങ്ങി. ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ നിമിഷങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിപ്രഷൻ വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അദ്ദേഹം പിന്നീട് ഈ പ്രാർത്ഥനയുടെ വലിയൊരു പ്രചാരകനായി. അദ്ദേഹം സഭയിലെ വലിയൊരു വിശുദ്ധനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ്. അദ്ദേഹം അന്ന് ചൊല്ലിയ പ്രാർത്ഥന, അദ്ദേഹത്തിന് സൗഖ്യം നൽകിയ പ്രാർത്ഥന, നമുക്കെല്ലാം വളരെ സുപരിചിതമായ പ്രാർത്ഥനയും നമ്മളും ദിവസമൊക്കെ ചെല്ലുന്ന പ്രാർത്ഥനയാണ്. പക്ഷേ നിരന്തരം ചൊല്ലുന്ന പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ശക്തി നഷ്ടപ്പെട്ടു പോകും. കാരണം യാന്ത്രികത വരും, ബോധ്യക്കുറവ് കൊണ്ട് ചെല്ലുന്നത് കൊണ്ട് പലപ്പോഴും അനുഭവം ഉണ്ടാകണമെന്നില്ല. ആ പ്രാർത്ഥന എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥനയാണ്. നന്മ നിറഞ്ഞു പറയാൻ കഴിഞ്ഞാൽ സഭയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദൈവകൃപ സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരുപാട് സാക്ഷ്യങ്ങളും ഒരുപാട് കഥകളും സഭയുടെ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് വിശുദ്ധരുടെ ജീവിതങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ അൽഫോൻസസ് റാറ്റിസ്ബോൺ എന്ന് പറയുന്ന യഹൂദനായ ഒരു യുവാവ്, അദ്ദേഹം ദൈവത്തെ വിശ്വസിക്കുന്നില്ല. കത്തോലിക്ക സഭയോടും കത്തോലിക്ക വിശ്വാസത്തോടും അദ്ദേഹത്തിന് കഠിനമായ വെറുപ്പായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ലോകം ചുറ്റാൻ ഇറങ്ങി. അങ്ങനെ നേപ്പിൾസിലെത്തി അദ്ദേഹം അവിടെ നിന്ന് മാൾട്ടായ്ക്ക് പോകാൻ വേണ്ടി ബോട്ടിൽ കയറി. പക്ഷെ കയറിയ ബോട്ട് മാറിപ്പോയി. ആ ബോട്ട് റോമിലേക്കുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം അറിയാതെ, അദ്ദേഹം പ്രതീക്ഷിക്കാതെ റോമിൽ ചെന്നിറങ്ങേണ്ട വന്നു. അവിടെ ചെന്നിറങ്ങിയപ്പോൾ അവിടെയുള്ള അതൊരു പഴയ സുഹൃത്തിനെ കാണാൻ പോയി. സുഹൃത്തിൻ്റെ കൂടെ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ച് അദ്ദേഹത്തിന് തിയോഡോറസ് എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്തിനെ പരിചയപ്പെടാനിടയും. അവരുമായിട്ട്, അദ്ദേഹം ശക്തനായ കത്തോലിക്ക വിശ്വാസിയാണ്. അദ്ദേഹവുമായി ദൈവത്തെക്കുറിച്ചും കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് പല ദിവസവും ഇദ്ദേഹം തർക്കിച്ചു. ഒടുവിൽ ഈ തിയോഡോറസ് ഒരൊറ്റ റിക്വസ്റ്റ് പറഞ്ഞു, നിനക്ക് ദൈവത്തിലും കത്തോലിക്ക വിശ്വാസത്തിലുമൊക്കെ സത്യമുണ്ടെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഞാനൊരു വെല്ലുവിളി നടത്തുകയാണ്. ഞാനൊരു പ്രാർത്ഥന തരാം. എല്ലാ ദിവസവും ഈ പ്രാർത്ഥന നിനക്ക് ചെല്ലാൻ പറ്റുമോ? എങ്കിൽ ദൈവമുണ്ടോ, കത്തോലിക്ക വിശ്വാസം ശരിയാണോ എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയും. അദ്ദേഹത്തിന് തമാശയായിട്ടാണ് തോന്നിയത്. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിക്ക് പിന്നെ പ്രാർത്ഥനയിൽ വലിയ വിശ്വാസം ഉണ്ടാകില്ലല്ലോ. എങ്കിലും ഈ തിയോഡോറസ് ഇദ്ദേഹത്തിന് കൊടുത്ത പ്രാർത്ഥന എത്രയും ദയുള്ള മാതാവി എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഈ എത്രയും ദയുള്ള മാതാവി എന്നുള്ള പ്രാർത്ഥന അദ്ദേഹം ഒരാഴ്ച ഈ സുഹൃത്തിന് വേണ്ടി തമാശയ്ക്ക് വേണ്ടി ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ചൊല്ലി കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ സുഹൃത്ത് പ്രാർത്ഥിക്കാനായിട്ടൊരു പള്ളി കണ്ടപ്പോൾ പള്ളി കയറി. ഇദ്ദേഹവും പുറകെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പള്ളിക്കകത്തേക്ക് കയറി. പെട്ടെന്ന് പള്ളി മുഴുവനും പ്രകാശമാനമായി മാറുന്നതും മാതാവ് രൂപത്തിൽ നിറങ്ങി വരുന്നൊരു അനുഭവം, ഒരു വലിയ ദർശനം അദ്ദേഹത്തിന് കാണാനുണ്ടായി. ഈ ഒരു ദർശനം ഈ യഹൂദൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അദ്ദേഹത്തിന് ദൈവത്തിലും കത്തോലിക്ക സഭയിലുമെല്ലാം വിശ്വാസമുണ്ടായി. അദ്ദേഹം കത്തോലിക്ക സഭയിൽ അംഗമായി. മാത്രമല്ല, നാളുകൾക്ക് ശേഷം അദ്ദേഹം ഈശോ സഭയിലെ ഒരു വൈദികനായി. മാത്രവുമല്ല, തന്നെ പോലെ യഹൂദ സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി
അവരുടെ മാനസാന്തരത്തിന് വേണ്ടി 2 സന്യാസ സമൂഹങ്ങൾ അദ്ദേഹം ഈ അൽഫോൻസസ് റാറ്റിസ്ബർഗ് സ്ഥാപിച്ചു. സിസ്റ്റേഴ്സ് ഓഫ് ദ സയൻ, അതുപോലെ തന്നെ ഫാദേഴ്സ് ഓഫ് സയൻ, 2 സന്യാസ സമൂഹങ്ങൾ. ഇന്ന് കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധനാണ് അദ്ദേഹം. പ്രിയപ്പെട്ടവരെ, ഈ എത്രയും ദയുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥന കൽക്കട്ടയിലെ വിശുദ്ധ കൽക്കട്ട മദർ തെരേസ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്രാർത്ഥന ഇതാണ്. നിങ്ങൾക്കൊരു അത്ഭുതം ആവശ്യമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുക എന്ന് പറഞ്ഞ് മദർ തെരേസ എപ്പോഴും ഈ പ്രാർത്ഥനയെ പ്രൊമോട്ട് ചെയ്യായിരുന്നു. നമുക്ക് ഒരു നിമിഷം, നമ്മളെന്നും ചൊല്ലുന്ന പ്രാർത്ഥനയാണ് എങ്കിലും ഈ പ്രാർത്ഥന ഇന്ന് ഗാനരൂപത്തിൽ വിശ്വാസത്തോടെ ചൊല്ലുകയാണ്. ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണോ കർത്താവിൻ്റെ ഇടപെടൽ ആവശ്യമായിരിക്കുന്നത്, ഇന്നത്തെ നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗം എന്താണോ ആ നിയോഗത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വരാൻ, മാതാവിൻ്റെ മാധ്യസ്ഥം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശ്വാസത്തോടെ ഈ എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ഗാനരൂപത്തിൽ നമുക്കെല്ലാവരും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും ദയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ശരണം ഗമിത്തു നിൻ തൃപ്പാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. ശരണം ഗമിപ്പു നിൻ തൃപ്പാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. കനിവോടെ ഇവരെ നീ കാക്കണമേ, കന്യകമാരുടെ റാണി നീ. എത്രയും ദയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. നെടുവീർപ്പും കണ്ണീരും കൈമുതലായി അലയുമി പാപികൾ തലയരല്ലോ. നെടുവീർപ്പും കണ്ണീരും കൈമുതലായി അലയുമീ പാപികൾ തലയരല്ലോ. അളവില്ല നിന്ദയ വായ്പിലിതാ, അഭയത്തിനെത്തുന്നു സാധുശീല. എത്രയും ദയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയാമംബികെ നന്മ പൂർണ്ണേ. അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ
കേട്ടു നീ അഭയമേകും. എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോ